ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയൊരു ഡിഷ് പരീക്ഷിച്ചതാണ്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയുടെ ചാനലിൽ കണ്ട റെസിപ്പിയാണത്. അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് വെള്ള കളർ അവിലാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് അവിൽ പിഴിഞ്ഞെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തി മാറ്റി വെച്ചിരിക്കുന്ന അവിലും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില മുറിച്ചതിട്ട് കൊടുക്കാം. കുറച്ച് കരിഞ്ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അങ്ങോട്ട് കുഴച്ച് കൊടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഈ മാവിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഉണ്ടയെടുത്ത് ഇങ്ങനെ പരത്തി, ഈ കയ്യിൽ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ എല്ലാതും ആക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് കടുക് വറുക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിയ ശേഷം നമുക്ക് എള്ളിട്ട് കൊടുക്കാം. ഞാൻ വെള്ള കളർ എള്ളാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ കറുപ്പുണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 എണ്ണമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ആ ബോളിനെ, വേവിച്ച് വെച്ച ബോളിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇത് ചൂടോടെ കഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂടാറിയ ടേസ്റ്റ് പോകുന്ന തോന്നുന്നു. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നന്നായിട്ടുണ്ട്. ഒരു നേരം കഴിക്കാൻ സൂപ്പറാണ്. ഓക്കെ, എനിക്ക് കെച്ചപ്പിൻ്റെ കൂടെ കഴിച്ചപ്പോഴാണ് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കി ഏതിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്